നീ എപ്പോഴത്തേടാ നീ ഒന്നും പറയണ്ട കൂട്ടുകാരാ. ഞാൻ ആ ഇറാന്റെ യുദ്ധം വന്നതിന് മുമ്പേ ഒരു കണക്കിന് ആ യുദ്ധത്തിന് മുമ്പ് രക്ഷപ്പെട്ടു. ശരി, അത് കാരണം ഇവിടെ എത്തി. ഇപ്പൊ ബാക്കിയുള്ളവർ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. കാരണം എനിക്ക് അവിടെ ഇന്ന് ഞാൻ മുൻകൂട്ടി കണ്ട് യുദ്ധം ഇപ്പൊ ഞാൻ പേപ്പറൊക്കെ വായിക്കുമല്ലോ, പിന്നെ കംപ്ലീറ്റ് മൊബൈലിൽ വരുമല്ലോ ഈ ന്യൂസ്. അപ്പൊ സൂചനയായിട്ട് ഇപ്പൊ ഞാൻ ഭയങ്കര പേടിച്ച് അറിയാൻ പാടില്ല ഇതൊക്കെ. നേരത്തെ പോലായിരുന്നു. ഇനിയിപ്പോ വിമാനവും ഇല്ല, ഒന്നുമില്ല. നല്ലത്. ഇനിയിപ്പോ ഞാനില്ല, ഇനിയിപ്പോ എന്റെ കൂട്ടുകാരെ പോലും ഞാൻ വിടത്തില്ല. ഇവിടെ തന്നെ എന്തെങ്കിലും പറയണ സുഖമായിട്ട് ജീവിക്കണം. പക്ഷേ സമ്പാദിക്കാൻ അവിടെ നമുക്ക് ഇവിടെ ഇപ്പൊ 1000-2000 കിട്ടിയാലും അന്നൊന്നും ചിലവാണ്. നേരിട്ട് കാര്യം മനസ്സിലാക്കാം. അത് പണ്ടാണ് അവിടെ പോയി സമ്പാദിക്കാൻ പറ്റും. ഇവിടെ 1100 വേണം ഒരു ഹെൽപ്പറിന്റെ കൂലി. അറിയാമോ? പണിക്കാരൻ എത്ര രൂപ? 1100 വൈകുന്നേരം 2 അടിക്കാൻ എത്ര വീട്ടിൽ കൊണ്ടുപോകും. കുടുംബക്കാരെ കാണാലോ. അത് പറ്റും, കുടുംബക്കാരെ കാണാൻ പറ്റും. നീ പിന്നെ തിരിച്ചോളവരുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാന്ന് ഓർത്താ ഞാനിരിക്കുന്നത്. കാരണം ഇനിയിപ്പോ എപ്പോഴാ അടുത്ത പൊട്ടണത് ചോദിച്ചാൽ നമ്മളെപ്പോഴാ പൊട്ടിപ്പോണെന്നൊന്നും പറയാൻ പറ്റുമല്ലോ. നല്ല കാര്യം. നിന്നെ കാണാൻ പറ്റില്ല. പബ്ലിസിറ്റി പവർ ഉണ്ട്. നോക്കി ഒരു മാറ്റമില്ല. വന്ന് ഇപ്പൊ കുറച്ച് ദിവസം ആയുള്ളൂ. അവിടെ യുദ്ധത്തിന് മുമ്പ് നമ്മള് ഓടി രക്ഷപ്പെട്ടു. അത് ഏറ്റവും നന്നായി. പിന്നെ ഞങ്ങട് പോകാനും മിസ് കൊടുക്കണില്ലെന്ന് പറയണ്ടല്ലോ. ഇനി പോണില്ല. ചേച്ചി ഇപ്പോഴും പഴയ ഗ്ലാമർ തന്നെയല്ലേ? ഗ്ലാമർ ആണോല്ല, ആ വാക്കിന് ഒരു മാറ്റവും ഇല്ല. ഞാനേ പഴയ ഗ്ലാമർ അല്ലേ, എന്നും ഒന്നും 16 പോലെ ഇരിക്കുള്ളൂ. നിന്നെയൊക്കെ വയസ്സായ പോലെ ആവും കുറച്ചുകൂടി ആവുമ്പോ. കേട്ടാ, ഒരു മാറ്റവും ഇല്ല. അത് കൊള്ളാന്നാ. നിങ്ങളെന്താ പരിപാടി? രണ്ടുപേരും കൂടി ആ ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണോ? ഫ്ലാറ്റ് മേടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കയ്യിലേന് ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അതൊന്നും വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ബാങ്കിൽ കിടപ്പുണ്ട്, നമ്മളെ ദിനാറൊക്കെ ആയിട്ട്. ആ ചേച്ചിയുടെ മോള് പുറത്തല്ലേ? വൈറ്റില. ഞാൻ 5 വർഷം മുമ്പ് പോകുമ്പോ 3 പിള്ളേരുണ്ടായിരുന്നല്ലോ മോക്ക്. എന്റെ മോള് ദുബായിലാണ്. അടിക്കാളാ എന്റെ മോളെ. അത്ര കുത്ര എങ്ങാണ്ടുമാണ്, ഗർഭിണിയല്ല. കുവൈറ്റിലാണോ ചേച്ചി? അത് തന്നെ അവിടെ. ഇപ്പൊ ഇനി അവിടെ ചെന്നിട്ട് അറബിയുടെ പിള്ളേർ ജനിക്കൊന്ന് വിചാരിച്ചത്. കുവൈറ്റിലാണ് മൊത്തം പ്രശ്നം നടക്കണത്. കുവൈറ്റിന് കത്തണ വിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കണത്. ഇപ്പൊ ചേച്ചിയുടെ മോളെ അവിടെ കേറി പോകുന്നില്ലേ? പോന്നിട്ടില്ല. എന്റെ മോൾക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ല. ആ ജോണിനെ കൊണ്ടുവന്ന് അവിടെ ഇട്ടെന്നാ ഏതാണ്ടും പറയണുണ്ട്. അവള് താമസിക്കണോടത്തെ അവിടെ ജോണിനെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പ്രശ്നവും ഇല്ല. ജോണിനെ അവര് അടിച്ച് പുറത്താക്കി. അവിടെ പരിപാടിയൊന്നും നടന്നില്ല. ജോണിനെ കൊണ്ടുവന്നിട്ട് എന്താണ് ജോൺ എന്നുള്ളത് മനസ്സിലായി? ജോണല്ലയാ, അത് ഡ്രോണാണ്. അവിടെ ഇനി യുദ്ധമൊക്കെ നടക്കാം. ഇനിയിപ്പോ എന്നാണ് അവിടുത്തെ യുദ്ധമൊക്കെ കഴിയണമെന്ന് അറിയാൻ പാടില്ല. ആരെങ്കിലും